അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കാർക്കാണ് മദീനയിൽ പോകാൻ പൂതിയില്ലാത്തത്? മദീന മക്ക കാണാൻ പൂതിയില്ലാത്തത് അല്ലേ? പോയവർക്കും വീണ്ടും വീണ്ടും നമുക്ക് പൂതിയുണ്ടാവും പോവാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു ടിപ്സ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മദീനയിൽ എത്താനുള്ള ഭാഗ്യം പടച്ച റബ്ബ് തരും. ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണമായ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്ന ഒരു നാടാണല്ലോ മദീന. അതുപോലെ മക്ക നമ്മുടെ മുത്തുനബി ജനിച്ച നാടാണല്ലോ. അപ്പം നമുക്ക് മദീനയിൽ പോവാൻ, നമ്മുടെ മുസ്ലിങ്ങൾക്ക് മദീനയിൽ പോകാനായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പോയവർക്ക് തന്നെ വീണ്ടും വീണ്ടും പോകാനായിട്ട് ആഗ്രഹമുണ്ടാവും. നമുക്കെല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മദീനയിൽ പോയിട്ട് റൗള ഷരീഫിൻ്റെ അടുത്ത് പോയിട്ട് ദുആ ചെയ്യുക, അതുപോലെ നിസ്കരിക്കുക, നമുക്ക് എത്ര ഭാഗ്യമാണല്ലേ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്ന് കിട്ടിയാൽ, അതുപോലെ മക്കയിൽ പോയിട്ട് നമ്മൾ നിസ്കരിക്കുക, തവാഫ് ചെയ്യുക, ദുആർക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ കിട്ടിയാൽ. മക്കയിലുള്ളയും മദീനയിലൊക്കെയുള്ള ബാങ്ക് വിളി കേൾക്കുക, അതുപോലെ മക്കയിൽ പോയിട്ട് ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ മുന്നിൽ മക്കയൊക്കെ കാണുന്ന ഒരു കഅബയൊക്കെ കാണുന്ന അവിടെ അതിൻ്റെ മേലെ നമുക്ക് റൂം കിട്ടിയിട്ട് ആ ഒരു കഅബയൊക്കെ കണ്ട് റൂമിൽ നിന്ന് ഇങ്ങനെ നോക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് മക്കയിൽ പോവണ്ടേ കൂട്ടുകാരെ? അപ്പോൾ നമ്മൾ ഈ ഒരു ഇബാദത്ത് എടുത്തിട്ട് അതിയായിട്ട് ആഗ്രഹമുള്ളവർക്കാണേ സാധിച്ചു കിട്ടുകയുള്ളൂ. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഈ ഒരു അമൽ ചെയ്തിട്ട് ഒരുപാട് പേര് മദീനയിൽ എത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് മദീനയിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു അമൽ ചെയ്തിട്ട് എന്ന്. ഇത് മുത്തുനബി നമുക്ക് പറഞ്ഞു തന്ന ഒരു സൂറത്താണ്. മുത്തുനബി ഈ ഒരു സൂറത്ത് ഇറങ്ങിയ സമയത്ത് സഹാബാക്കളോട് പറഞ്ഞു, ഓ സഹാബ, എനിക്കൊരു സൂറത്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സൂറത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അള്ളാഹുവിനും ഇഷ്ടമാണ്. ഈ ഒരു സൂറത്തിലെ ജനങ്ങളുടെ കടങ്ങൾ വീടാനും അവരുടെ പ്രയാസങ്ങൾ മാറ്റാനും അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അത് ശിഫ നൽകാനും വീട് പണി പൂർത്തിയാവാത്തവർക്ക് വീട് പണി പൂർത്തിയാക്കാനും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും അവർക്ക് എന്ത് സാധിപ്പിച്ചെടുക്കാനും ദുനിയാവിലുള്ള ഹലാലായ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഉള്ള ഒരു സൂറത്താണിത്. എൻ്റെ ഉമ്മത്തീങ്ങളിൽ പെട്ടവരിൽ ആരെങ്കിലും ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ അവർക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും, അതുപോലെ മുത്തുനബിയുടെ ഇഷ്ടവും നമുക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സൂറത്ത് പതിവാക്കുക. നിങ്ങൾക്ക് മദീനയിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സൂറത്ത് പതിവാക്കേണ്ട രീതി, നമ്മൾ വുളുവോട് കൂടിയിട്ട് കിബിലക്ക് മുന്നിട്ട് ഇരിക്കുക, ഹൗറത്തൊക്കെ മറച്ച് തലമുടിയൊക്കെ മറച്ച് നല്ല നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന എല്ലാ അദബുകളും പാലിച്ചിട്ട് നമ്മൾ ഖുർആൻ ഓതാൻ ഇരിക്കുക. ആരുമില്ലാത്ത ഇടത്തിൽ നമുക്ക് മനസ്സമാധാനത്തോടു കൂടി ഖുർആനിൽ ആത്മാർത്ഥമായിട്ട് ഓതാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ രാത്രിയിൽ ഇരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹ് എനിക്ക് മദീനയിൽ എത്തണേ, അള്ളാഹ് ഉംറക്ക് പോവണേന്ന് ദുആ ചെയ്യുക. എന്നിട്ട് ഖുർആൻ ഓതുക. നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്ത് ഫതഹ്. ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ നമുക്ക് മദീനയിൽ എത്താൻ കഴിയും. നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് നല്ല അതബോട് കൂടി ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ 7 ദിവസം 21 ദിവസമൊക്കെ ഓതുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ 21 ദിവസം തുടങ്ങുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ മദീനയിൽ എത്താൻ കഴിയും. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ടിപ്സാണ്. അതുപോലെ നിങ്ങൾക്ക് മദീനയിൽ പോകാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ ഓതുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പതിവാക്കുക. നിങ്ങൾ 21 ദിവസം വെച്ച് വീണ്ടും അങ്ങനെ തുടർന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഇത് ഓതുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു സൂറത്തിനെ മുറുകെ പിടിച്ചോളൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹു കാണും. ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കിയിട്ട് ദുആ ചെയ്താൽ മുത്തുനബിക്ക് നമ്മളെ ഇഷ്ടമാവും, അതുപോലെ അള്ളാഹ്ക്ക് ഇഷ്ടമാവും. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരും. നബി നമ്മളോട് പറഞ്ഞതാണല്ലോ ദുനിയാവിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള സൂറത്ത് ആണെന്ന്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. എല്ലാവർക്കും ഫലം കിട്ടിയ ഒരു ടിപ്സാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്കും ഫലം കിട്ടും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കണം. ഇതുപോലെയുള്ള ഇസ്ലാമിക് ടിപ്സുകൾ നിങ്ങളുടെ മുന്നിലെത്താനായിട്ട് ചാനൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. അസ്സലാമു അലൈക്കും.